ഇവിടെ ഈ ഒരു ചോദ്യം വന്നപ്പോൾ പലരും ഒന്ന് ഇരുന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ ഒന്ന് വ്യക്തമായിട്ട് ഡെഫിനിഷനെ പറ്റി ഇവിടെ എന്താണെന്നറിയോ, CBSE എന്ന് പറയുന്ന ഒരു സ്ട്രീമിലെ ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് പ്രാക്ടിക്കലി നിങ്ങൾ പഠിച്ച തിയറീനെ ഏറ്റവും ഭംഗിയായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണ്. അതിന് ഭംഗിയായി അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ചിന്താഗതി നിങ്ങളിൽ ഉണർന്നു എങ്കിൽ ആ പോയിന്റ് മുതൽ നിങ്ങൾ പിന്നെ ആക്സിലറേറ്റ് ചെയ്ത് പോകും, പിടിച്ചാൽ കിട്ടൂല. ദാ നോക്കടാ, ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? എ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ നോക്കുക, അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 70x07000y. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും മക്കളെ? ഡയഗണൽ മെട്രിക്സ് ആണ്. ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ് എന്തായേ മതിയാവൂ? എക്സ് 0 ആയെങ്കിൽ മാത്രമേ ഇത് സ്കെയിലാർ മെട്രിക്സ് എന്ന പേരിന് അർഹനാവൂ. അത് മാത്രമല്ല, ഇവിടെ നോക്കുക, ഡയഗണൽ എലമെന്റ്സ് ഈ വൈയും എന്ത് തന്നെ ആയിരിക്കണം? സെയിം. ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കണം സ്കെയിലാർ മെട്രിക്സ് ആവണമെങ്കിൽ. സോ y ഈക്വൽ ടു എന്തായേ മതിയാവൂ? 7 ആയേ മതിയാവൂ. ഇനി y റേസ് ടു x സിമ്പിൾ ആയിട്ട് കണ്ടുകൂടെ? എന്ത് വരൂടാ? 7 റേസ് ടു 0. ഇനി നമ്പർ റേസ് ടു 0 1 ആണ്. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 1 വരും. ഓക്കെ ആണോ? കണ്ടോ, ഇവിടെ സ്കെയിലാർ മെട്രിക്സിന്റെ കോൺസെപ്റ്റ് വളരെ ഭംഗിയായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു രീതി മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ്.